ഇന്ന് ഫിൻലാൻഡിൽ നടക്കുന്നത് എന്ത്? യെസ്, ഫിൻലാൻഡ് ഈസ് സൈലൻ്റ്ലി ഇൻവെസ്റ്റിംഗ് ഓൺ ഇലക്ട്രിസിറ്റി വിച്ച് ക്യാൻ റീറൈറ്റ് വേൾഡ് ഹിസ്റ്ററി. നിക്കോളോ ടെസ്ല ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഇലക്ട്രിസിറ്റി വായുവിലൂടെ എത്തുന്ന ദിവസം വരുമെന്ന്. അന്ന് ലോകം അതിനെ പുച്ഛിച്ചു, സ്വപ്നം പോലും കണ്ടില്ല. പക്ഷേ ഇന്ന് ഫിൻലാൻഡിൽ ചില കമ്പനികൾ ആ സ്വപ്നത്തെ റിയാലിറ്റിയാക്കാൻ ശ്രമിക്കുകയാണ്. വൈട്രിസിറ്റി, വയറില്ലാതെ EV ചാർജ് ചെയ്യാൻ. പവർകാസ്റ്റ്, റേഡിയോ വേവ്സ് വഴി ഇലക്ട്രിസിറ്റി അയക്കാൻ. ഓസിയോ, നടക്കുമ്പോഴും ഡിവൈസ് ചാർജ് ആകാൻ. ഇവരാരും ടെക്നോളജി പെർഫെക്റ്റ് ആകാൻ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം, ഫ്യൂച്ചർ മാറുന്ന നിമിഷത്തിൽ മാർക്കറ്റ് ലീഡർ ആകുന്നതിന് ഇന്നേ പൊസിഷൻ ചെയ്തേ മതിയാകൂ എന്ന്. ഒരു കാലത്ത് ഇൻ്റർനെറ്റ് സ്ലോ ആയിരുന്നു, സ്മാർട്ട് ഫോൺസ് യൂസ്ലെസ് ആണെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തവരാണ് ലോകം പിടിച്ചടക്കിയത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഫിൻലാൻഡ് പോലുള്ള ഒരു ചെറിയ രാജ്യം ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ വലിയ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും കേബിളിൽ കുടുങ്ങി കിടക്കുന്നത്? കാരണം ചില രാജ്യങ്ങൾ ടെക്നോളജി ഉപയോഗിക്കുന്നു, പക്ഷേ ചില രാജ്യങ്ങൾ ടെക്നോളജി വരുന്നതിന് മുൻപേ ഫ്യൂച്ചർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ടെസ്ല ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് വയർലെസ് ആക്കുന്ന സ്വപ്നം കണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസം ചാർജർ കേബിളുകൾ മ്യൂസിയത്തിലായിരിക്കും.